നമസ്കാരം. മലയാണ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് കഥ അവതരിപ്പിക്കുവാനായിട്ട് എത്തുന്നത്. കുറച്ച് തിരക്കുകൾ കാരണമാണ് കഥ അവതരിപ്പിക്കുവാൻ വൈകിപ്പോയത്. ക്ഷമിക്കുമല്ലോ. ഇതുവരെ എനിക്ക് നൽകിയ പ്രോത്സാഹനത്തിനും അഭിപ്രായങ്ങൾ അറിയിക്കുകയും നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്ത ഓരോരുത്തർക്കും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. ഇനി മുതൽ ആഴ്ചയിൽ 2 ദിവസമാണ് ഞാൻ കഥ അവതരിപ്പിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കഥകളും അടുത്ത ദിവസം ഇംഗ്ലീഷ് നോവലിൻ്റെ പുനരാഖ്യാനവുമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് തെന്നാലി രാമനും കള്ളന്മാരും, കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് H&C ബുക്സ് ആണ്. ഇതിൽ ഏകദേശം 32ഓളം കഥകളുണ്ട്. ഇതിനകത്തു നിന്നും കുറച്ച് കഥകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഇത് ചിത്രങ്ങളോട് കൂടിയിട്ടാണ് കഥ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് ഈ ബുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അത് കാരണം കൊച്ചുകുട്ടികൾ വീട്ടിലുള്ള മാതാപിതാക്കൾ ഈ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് അവരുടെ ഭാഷാജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനും ഉപകാരപ്പെടും. കൂടാതെ ചിത്രങ്ങൾ ഉള്ളതുകൊണ്ട് കഥകൾ വായിക്കുവാനുള്ള താല്പര്യം അവർക്ക് കൂടുകയും ചെയ്യും. കഥ വായിക്കുന്നതിന് മുന്നേ ഞാൻ തെന്നാലി രാമനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ഒരു ഉപദേഷ്ടാവായിരുന്നു തെന്നാലി രാമൻ. അദ്ദേഹം വെറും ഉപദേഷ്ടാവ് മാത്രമായിരുന്നില്ല, രാജ്യതന്ത്രജ്ഞനും കൂടി ആയിരുന്നു. ഏതൊരു പ്രശ്നത്തിനും അദ്ദേഹത്തിൻ്റെ പക്കൽ പരിഹാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. കുസൃതി, കൗശലം, തന്ത്രം, അതുപോലെ തന്നെ രാജ്യസ്നേഹം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ കൊച്ചുകുട്ടികളും മാതാപിതാക്കളും അദ്ദേഹത്തെ ഒരുപോലെ തന്നെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് അത് യുക്തിസഹമായ കഥയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കഥയൊന്ന് കേൾക്കാം. തെന്നാലി രാമൻ്റെ മോഹം. ചെറുപ്പം മുതലേ തെന്നാലി രാമൻ്റെ ആഗ്രഹം കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിൽ ഒരു ജോലി നേടുക എന്നതായിരുന്നു. അത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനൊരു വഴി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഗ്രാമത്തിലെ ദേവീക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ രാജപുരോഹിതൻ വന്നത്. വിവരമറിഞ്ഞതും തെന്നാലി രാമൻ രാജപുരോഹിതനെ ചെന്ന് കണ്ട് കാൽക്കൽ വീണു. "ആരാണ് നിങ്ങൾ? എന്താണ് വേണ്ടത്?" രാജപുരോഹിതൻ ചോദിച്ചു. "ഞാൻ രാമൻ. എനിക്ക് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ജോലി ശരിയാക്കി തരണം. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാനും തയ്യാറാണ്," തെന്നാലി രാമൻ പറഞ്ഞു. "ഞാൻ ശരിയാക്കി തരാം. ഒന്നുകൊണ്ടും പേടിക്കണ്ട," പുരോഹിതൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷേ അയാളുടെ ഉദ്ദേശ്യം മറ്റൊന്നായിരുന്നു. ഒരാഴ്ചക്കാലത്തെ ക്ഷേത്ര ദർശനത്തിനിടയിൽ പുരോഹിതന് ഒരു വേലക്കാരനെ വേണമായിരുന്നു. രാമനെ അതിന് ഉപയോഗിക്കാമെന്ന് പുരോഹിതൻ കണക്കുകൂട്ടി. രാമൻ, "ഞാൻ വിജയപുരം നഗരത്തിലേക്ക് മടങ്ങുന്നതുവരെ എൻ്റെ ഒരു സഹായിയായി കൂടെ നിന്നോളൂ. എന്താ, സമ്മതമല്ലേ?" പുരോഹിതൻ ചോദിച്ചു. "അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ അടിയൻ തയ്യാറാണ്," രാമൻ തൊഴുതു നിന്നു. "എങ്കിൽ എൻ്റെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ കഴുകിയിട്ട് ഭക്ഷണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ക്ഷേത്രത്തിൽ പോയി വരട്ടെ." രാമന് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് രാജപുരോഹിതൻ ക്ഷേത്രത്തിലേക്ക് പോയി. രാമൻ ഉത്സാഹത്തോടെ വീട്ടുജോലിയിൽ മുഴുകി. രാജപുരോഹിതൻ ഒരാഴ്ച തെന്നാലി രാമൻ്റെ സുഖപരിചരണത്തിൽ കഴിഞ്ഞു. "രാമൻ വിജയനഗരത്തിലേക്ക് പോന്നോളൂ. ഞാൻ കൊട്ടാരത്തിൽ ഒരു ജോലി ശരിപ്പെടുത്തി തരാം." പോകാൻ നേരം രാജപുരോഹിതൻ പറഞ്ഞു. തൊഴുകൈകളോടെ തെന്നാലി രാമൻ പുരോഹിതനെ യാത്രയാക്കി. അടുത്ത ആഴ്ച തന്നെ തെന്നാലി രാമൻ കുടുംബസമേതം വിജയനഗരത്തിലേക്ക് തിരിച്ചു. രാജപുരോഹിതൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അവിടുത്തെ വേലക്കാരനോട് തെന്നാലി രാമൻ പറഞ്ഞു, "ഞാൻ തെന്നാലിയിൽ നിന്ന് വരുന്ന രാമനാണ്.
രാജപുരോഹിതൻ വരാൻ പറഞ്ഞിരുന്നു. ഞാൻ വന്ന വിവരം അദ്ദേഹത്തെ ഒന്ന് അറിയിക്കാമോ? അകത്തേക്ക് പോയ വേലക്കാരൻ ഉടനെ മടങ്ങി വന്നു. അങ്ങനെ ഒരു രാമനെ അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേഗം സ്ഥലം വിട്ടോളൂ, വേലക്കാരൻ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ദേവീക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ രാജപുരോഹിതൻ വന്നപ്പോൾ ഒരാഴ്ച പരിചരിച്ച രാമനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഓർമ്മ വരും. വേലക്കാരൻ ഇക്കാര്യം അകത്തുപോയി പറഞ്ഞു. പകരം കേട്ടത് രാജപുരോഹിതൻ്റെ ഒരു ഗർജനമാണ്. എന്നെ ഒരു രാമനും പരിചരിച്ചിട്ടില്ല, എനിക്ക് ഒരു രാമനെയും അറിയുകയുമില്ല, കടന്നു പോകാൻ പറ ആ വന്നവനോട്. തെന്നാലി രാമൻ ഞെട്ടിപ്പോയി. അയാൾ നിരാശനായി തെരുവിൽ അലഞ്ഞു നടന്നു. പക്ഷേ രാമൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്തായാലും വിജയനഗരത്തിൽ വന്നില്ലേ, ചക്രവർത്തിയുടെ ദർബാറിൽ ഒന്ന് കയറുക തന്നെ. ദർബാർ എന്താണെന്നെങ്കിലും കാണാമല്ലോ. തെന്നാലി രാമൻ ദർബാറിൽ ചെന്നു. അപ്പോൾ അവിടെ ചൂട് പിടിച്ച ഒരു പ്രസംഗം നടക്കുകയായിരുന്നു. തെന്നാലി രാമൻ അത് കേട്ടുകൊണ്ട് ഏറ്റവും പിറകിലിരുന്നു. ഈ ലോകം വെറും ഒരു മായയാണ്. ഒന്നും സത്യമല്ല, എല്ലാം വെറും തോന്നലുകൾ മാത്രമാണ്. ഒരാളുടെ മൂക്കിന് സുഗന്ധമായി തോന്നുന്നത് മറ്റുള്ളവർക്ക് സുഗന്ധമാകണമെന്നില്ല. ഒരാളുടെ നാവിന് രുചികരമാകുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെ ആകണമെന്നില്ല. എല്ലാം നമ്മളുടെ സൃഷ്ടിയാണ്, നമ്മുടെ സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഈ ലോകം സത്യമല്ല, മായയാണെന്ന് പറയുന്നത്. പണ്ഡിതൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. പക്ഷേ തെന്നാലി രാമന് അതൊട്ടും ഇഷ്ടമായില്ല. അയാൾ ചാടി എഴുന്നേറ്റു. മാന്യരെ, പ്രസംഗകൻ പറഞ്ഞു വന്നത് കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതുമൊക്കെ സത്യമല്ല, വെറും സങ്കല്പം മാത്രമാണെന്നാണല്ലോ. എങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിക്കാം. ചക്രവർത്തി ഒരുക്കിയ സദ്യ നമുക്ക് മാത്രം കഴിക്കാം. ബഹുമാന്യ പ്രസംഗകൻ രുചികരമായ ഭക്ഷണം കഴിച്ചതായി സങ്കല്പിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വയറ് നിറയുമോ എന്ന് നമുക്കറിയാമല്ലോ. തെന്നാലി രാമൻ്റെ അഭിപ്രായം കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. കൃഷ്ണദേവരായർക്കും സന്തോഷമായി. അദ്ദേഹം തെന്നാലി രാമനെ അരികെ വിളിച്ചു. നന്നായിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം. ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിക്കാൻ ആഗ്രഹിക്കുന്നു. രാമനുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അന്നു മുതൽ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ കൊട്ടാരത്തിലെ അന്തേവാസിയായി. അധ്യായം 1 ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ കഥ കേട്ട ഏവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.